കനത്ത മഴയിൽ എറണാകുളം തേവക്കലിൽ മണ്ണിടിഞ്ഞു വീണ് തകർന്നു. തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീടാണ് തകർന്നത്. ഗൃഹനാഥൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പറവൂർ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. സജു ദേവസിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു, ഗുഡ് മോർണിംഗ് സജു. എറണാകുളത്ത് രാവിലെ ഇപ്പോൾ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്, വെള്ളക്കെട്ടുമൊക്കെ രൂപപ്പെട്ടതായിട്ട് വാർത്തകളുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ സജു? ഡോക്ടർ അരുൺകുമാർ, എറണാകുളം ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതൽ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായും എറണാകുളം ജില്ലയിൽ കാര്യമായ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തു എന്നാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. 19 വീടുകൾക്കാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായത്. ഞാൻ നിൽക്കുന്നത് എറണാകുളം തേവക്കൽ കൈലാസ് നഗറിലുള്ള ലൈജു മഞ്ജു ദമ്പതികളുടെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ നിലയിൽ, കാരണം ഇവിടെയൊക്കെ വെണ്ടിരിക്കുകയാണ്, ഈ നിലയ്ക്ക് വാസയോഗ്യമല്ലാതായി മാറിയ സാഹചര്യമാണ്. 2.5 സെന്റിലെ ഒരു വീടാണ്. പുറകിൽ വലിയ മൺഭിത്തിയാണ്. അത് പൂർണ്ണമായും തന്നെ ആ മൺഭിത്തി ഇടിഞ്ഞു വന്ന് ഈ കാണുന്നത് പോലെ ഇത് ഒരു മുറിയാണ്. ഇവിടെ ഈ മണ്ണിടിഞ്ഞ് ഈ വീടിന് മുകളിലേക്ക് പതിക്കുന്ന സമയത്ത് ഈ ഗൃഹനാഥൻ ലൈജു വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അടുക്കളയുടെ ഭാഗത്തും സമാനമായ സ്ഥിതിയാണ് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വാതിലൊക്കെ തകർന്ന് മണ്ണ് അകത്തേക്ക് പതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിൻഭാഗത്ത് സുരക്ഷിതമായി മണ്ണ് നീക്കി ഇവിടെ ഈ വീട് പുനർനിർമ്മിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് നമ്മളോടൊപ്പം ഈ കുടുംബാംഗങ്ങൾ കൂടി ചേരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായൊരു ഭവനം എന്നത് 2.5 വർഷം മുൻപ് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചത്. അതിനിപ്പോൾ സുരക്ഷിതമല്ലാതായിരിക്കുന്നു. ആ ഭാഗത്ത് ഇനിയിപ്പോൾ പുനർനിർമ്മിക്കണം. ഒപ്പം പുറകിലെ ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട ഒരു സുരക്ഷിതമായ രീതിയിൽ എന്തെങ്കിലും മണ്ണ് നീക്കുകയോ മറ്റോ ചെയ്യണം. അതല്ലാത്ത പക്ഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിയുക അസാധ്യമാണ്. കുടുംബാംഗങ്ങൾ കൂടി നമ്മളോടൊപ്പം ചേട്ടൻ തന്നെ ചേരുന്നുണ്ട്. ഈ അപകടം നടക്കുമ്പോൾ വീടിനകത്തുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ 2:30 വന്നാണ്. 2:00 ഞാനിവിടെ ഒച്ച കേട്ട്, മണ്ണിന്റെ ഒച്ച. അപ്പൊ എന്താ സംഭവം ഞാൻ പറഞ്ഞ വന്ന് നോക്കിയപ്പോ ഞാനിവിടെ 2 ചാല് വെച്ചുള്ളൂ. 2 ചാല് വെച്ചപ്പോ തന്നെ അവിടുന്ന് ഒറ്റയടിക്ക് വീണത്. എല്ലാം വിത്തി മൊത്തം ഒറ്റയടിക്ക് വീണത്. ആരെങ്കിലും നമ്മുടെ ഈ റവന്യൂ വകുപ്പിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒക്കെ ആരെങ്കിലും വന്നു? എന്താ പറഞ്ഞിട്ടുണ്ട്? അവരോട് നമ്മൾ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു. തിങ്കളാഴ്ച നമുക്ക് വന്നിട്ട് എന്തൊക്കെ നോട്ടീസ് വന്നിട്ട് തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ധൈര്യപ്പെട്ട് കിടക്കാൻ പറ്റില്ലല്ലോ, പുറകിലെ മണ്ണ് നീക്കി ഇത് പറ്റില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ അടക്കാൻ പറ്റുന്നത്. ഇന്നലെ വന്ന് സാറ് പറഞ്ഞു ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് പറ്റില്ല, നിങ്ങൾ മാറിക്കൊള്ളാൻ പറഞ്ഞു. 2.5 വർഷം മുമ്പ് മാത്രമാണ് പണിത് അല്ലേ? 2.5 വർഷം. ഓക്കെ, 2.5 സെന്റ് സ്ഥലമാണ്. 2.5 സെന്റ് സ്ഥലമാണ്. അയ്യോ, അത്ഭുതകരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത്. കടം തീർന്നിട്ടില്ലേ, മണ്ണിന്റെ പ്രശ്നം ഒന്ന് മാറ്റി കിട്ടണമെങ്കിൽ അത്രയും. ഡോക്ടർ, അതായത് അദ്ദേഹം ഈ വീട്ടിൽ ഈ മുറിക്ക് അകത്തുണ്ടായിരുന്നു അല്ലെ? അത് ആ സമയത്ത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു? കാരണം അവിടെ വലിയൊരു നേരത്തെ ഉണ്ടായിരുന്നു മണ്ണിച്ച്. നമ്മുടെ ഈ സൈഡ് ഉണ്ടായില്ല, അപ്പുറം സൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പുള്ളിയായിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റി. അത് ഇപ്പോഴാണ് ഒറ്റയടിക്ക് വന്ന് വീണ് മണ്ണ്. ഡോക്ടർ, എനിക്ക് പറഞ്ഞാൽ ഈ പുറം ഭാഗത്തെ മൺതിട്ട കൂടി, അതും ഒരല്പം ഭീഷണിയുള്ള ഭാഗമാണ്. ഞാൻ ഈ പുറം ഭാഗത്തെ മൺതിട്ട കൂടി അത് പുനർനിർമ്മിച്ചത് 2.5 വർഷം മുമ്പാണ് എന്നാണ് സജോ ദേവസി പറയുന്നത്. 2.5 വർഷം മുമ്പ് പുനർനിർമ്മിച്ച വീടിന്റെ പുറകുഭാഗത്തുള്ള മണ്ണാണ് ഇടിഞ്ഞ് ഭിത്തി കൊണ്ടങ്ങ് അകത്തുപോയി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ വീട് ഈ തൊട്ട് വലിയ മൺതിട്ടയ്ക്ക് അരികിലിരിക്കുന്ന വീടുകളുണ്ടെങ്കിൽ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുക. അവിടെ ആ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സംവിധാനം നിങ്ങൾ ചെയ്യണം. ഇതാ നോക്കൂ, ഇത് ഇടിഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വീണു. ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നയാൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. പുറത്തു നോക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുക. സജു ദേവസിയും നമ്മളുടെ വീഡിയോ ജേർണലിസ്റ്റും ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. കനത്ത മഴയിലാണ് വലിയ ഒരു മൺതിട്ട പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് വീണു. ആ വീടിൻ്റെ ഭിത്തിയെല്ലാം ഇടിച്ചങ്ങ് അകത്ത് പോയി. മുറി തകർന്നാണ് അങ്ങ് അകത്ത് പോയത് അല്ലേ സജോ? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് ഇത് വീടിന്റെ തൊട്ട് പിൻഭാഗത്തുള്ള മൺതിട്ടയാണ്. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് ഈ വീടിന്റെ മുകളിലേക്ക് പതിച്ചു. ഒപ്പം അകത്തേക്ക് അടുക്കള, അതിന് തൊട്ടപ്പുറത്തുള്ള ഒരു മുറി, ആ മുറിയുടെ അകത്തേക്ക് അത് വീണു. ആ ഭിത്തി, ഈ ഭാഗത്തുള്ള ഭിത്തിയും ഇവിടെയുള്ള ഈ സൺഷെയ്ഡും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. മറുഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, മണ്ണ് പൂർണ്ണമായും. തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് മണ്ണ് പതിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് മണ്ണ് വീണിട്ടുണ്ട്. ഓക്കെ, ആ ദൃശ്യങ്ങൾ തന്നെ വളരെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. എന്തായാലും കുടുംബനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വലിയ മണ്ണിടിച്ചിലായിരുന്നു. ഭിത്തി തകർന്ന് മണ്ണും പാറയും കഷ്ണവും എല്ലാം കൂടി അകത്ത് വീണു. സ്ലാബൊക്കെ ഉള്ളിൽ വീണു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്തല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ അപകടകരമായ അവസ്ഥയിൽ വീടിൻ്റെ തൊട്ട് പുറകിൽ വലിയ മൺതിട്ടയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം. താങ്ക് യു സജോ. ഞാൻ സജോയിലേക്ക് പിന്നീട് തിരിച്ചു വരാം.